സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. ൂറിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നിരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണച്യുത ഹരേ എന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ ഹരിനാമകീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് തുടരുന്നു. ആചാര്യർ 19ാം ശ്ലോകത്തിൽ സംശയിച്ചിരിക്കുന്നത് ഇതാണ്: ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുത ഹരേ എന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമഃ. ഭഗവൻ നാമങ്ങൾ സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അനായാസമായി അത് നേടാമെന്നിരിക്കെ ജനങ്ങൾ എന്തുകൊണ്ട് ലളിതമായ ഈ വഴി പിന്തുടരുന്നില്ല എന്നാണ് ആചാര്യർ ഈ ശ്ലോകത്തിൽ സംശയിച്ചിരിക്കുന്നത്. അതിന് ഭഗവൻ നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഇപ്പോൾ ഊര് വേണ്ട, ഉചിതമായ ദേശം വേണ്ട, ഭാരങ്ങൾ വേണ്ട, ചമത, അഗ്നികുണ്ഡം, ധൂപദീപങ്ങൾ, നൈവേദ്യങ്ങൾ തുടങ്ങി സംഭാരങ്ങളൊന്നും വേണ്ട. അതിന് നീരു വേണ്ട, കുളിക്കാനും അഭിഷേകത്തിനും വെള്ളം തേടി നടക്കേണ്ട. നിജധാരങ്ങൾ വേണ്ട, യജ്ഞാദി കർമ്മങ്ങൾക്കെന്ന പോലെ ധർമ്മപത്നി അരികിൽ വേണമെന്ന് നിയമമില്ല. നാരായണാച്യുത ഹരേ എന്നതിന് നാരായണ, അച്യുത, ഹരേ എന്ന് തുടങ്ങിയ ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നതിന് നാവൊന്നേ വേണ്ടൂ. നാവ് മാത്രമേ ആവശ്യമുള്ളൂ. ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഭഗവൻ നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഇപ്പോൾ ഉചിതമായ ദേശം വേണ്ട. ചമത, അഗ്നികുണ്ഡം, ധൂപദീപങ്ങൾ, നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങളൊന്നും വേണ്ട. അതിനായി കുളിക്കാനും അഭിഷേകത്തിനും വെള്ളം തേടി നടക്കേണ്ട. യജ്ഞാദി കർമ്മങ്ങൾക്കെന്ന പോലെ ധർമ്മപത്നി അരികിൽ വേണമെന്ന് നിർബന്ധമില്ല, നിയമമില്ല. നാരായണ, അച്യുത, ഹരേ എന്നിങ്ങനെ ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നതിന് നാവു മാത്രമേ ആവശ്യമുള്ളൂ. ഹരിനാരായണന് നമസ്കാരം. നാമജപ സാധന അത്യന്ത ലളിതം. ഈശ്വരഭജനം വസ്തുസ്ഥിതി ധരിച്ചാൽ അത്യന്തം ലളിതമാണ്. സഗുണദേവനെ ആയാലും നിർഗുണമായ ആത്മാവിനെ ആയാലും ഏകാഗ്രബുദ്ധിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റൂ. പ്രസാദപൂർണമായ സത്വഗുണം കൊണ്ട് നിറച്ച് ചിത്തം ശുദ്ധീകരിച്ചാലല്ലാതെ ധ്യാനവേളയിൽ ഏകാഗ്രത കിട്ടുന്നതല്ല. രജോ ഗുണത്തിൻ്റേതായ മതമാത്സര്യാദികൾ ഒഴിവാക്കിയാലേ സത്വഗുണം പെരുകി ഹൃദയം ശുദ്ധിയാവൂ. ആരാധനാരൂപത്തിൽ പോലും കോലാഹലമയമായ കർമ്മപരിപാടികളൊന്നും അനുഷ്ഠിച്ചതുകൊണ്ട് ഈ ചുത്തശുദ്ധി കൈവരിക്കാവുന്നതല്ല. നേരെ മറിച്ച് മതമാത്സര്യാദികൾ ഹൃദയത്തെ മലിനപ്പെടുത്താൻ തുടങ്ങുമ്പോഴൊക്കെ മനസ്സിൽ ഭഗവൻ നാമം ഉച്ചരിക്കുകയും ഭഗവാനെ സ്മരിച്ച് ഈ ജഗത്ത് ഭഗവാന്റെ വെറും ഒരു ലീല മാത്രമാണെന്ന് അറിയുകയും ചെയ്യുമെങ്കിൽ അസുരവാസനകൾ അചിരേണ മാറിക്കിട്ടും. അതിരു കവിഞ്ഞ ദേഹപ്രയത്നമോ മറ്റൊരാളുടെ സഹായമോ ആവശ്യമില്ല. ഈ നാമജപ സാധന
ശീഘ്രഫലദായിയായിരിക്കെ ജനങ്ങൾ നിരന്തരം ശീലിക്കുന്നില്ലല്ലോ എന്നതാണ് ആചാര്യൻ്റെ കുണ്ഠിതം. ഈശ്വരനാമം ചൊല്ലുന്നതിന് ചില നിബന്ധനകളില്ലേ? എല്ലാവർക്കും അത് ചൊല്ലാൻ പാടുണ്ടോ? എപ്പോഴും അത് ചൊല്ലാൻ പാടുണ്ടോ? ദേഹമോ പരിസരമോ അശുദ്ധമായിരിക്കുമ്പോൾ ഈശ്വരനാമം ജപിക്കാമോ? ഈ രീതിയിൽ പലർക്കും വരാവുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.